ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നതാണ്. ഇതെന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ഇവിടെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇതെന്താ സംഭവം എന്ന് അറിയാത്തതുകൊണ്ട് ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്കതൊന്ന് വാങ്ങിക്കണം എന്ന് തോന്നി ഞാനൊന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയണോ? ദേ ഇതാണ് കേട്ടോ, വാട്ടർ ചെസ്നട്ട്, ശിങ്കാര ഫ്രൂട്ട്, വാട്ടർ ഫ്രൂട്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് അറിയാത്ത കാരണം ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ യൂട്യൂബിൽ തന്നെ കണ്ടു കേട്ടോ കുറച്ച് വീഡിയോസ്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കുന്ന ഫ്രൂട്ടാണ്. നമ്മുടെ ആമ്പൽ, താമരയൊക്കെ വെള്ളത്തിൽ വളരുമ്പോൾ അതുപോലെ തന്നെ ഒരു ചെടീൻ്റെ കായാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് അങ്ങനെ തന്നെ കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യമായിട്ട് വാങ്ങിച്ചു, വില കുറവായതുകൊണ്ടാണ് ഒന്ന് വാങ്ങിച്ച് നോക്കിയത് കേട്ടോ. 80 രൂപയുള്ള ഒരു കിലോയ്ക്ക്. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാവേ. അപ്പോൾ ഇതാണ് കേട്ടോ, ഇങ്ങനെയാണ് കേട്ടോ സംഭവം. പച്ച നിറത്തിലും കിട്ടും, ഇതുപോലെ പർപ്പിൾ നിറത്തിലും കിട്ടും. ഇത് ഡാർക്ക് കളറായിട്ട് കാണുന്നുണ്ട്, പക്ഷേ പർപ്പിൾ കളറാണ് കേട്ടോ, ഡാർക്ക് നിറത്തിൽ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ തൊലിയൊക്കെ കണ്ടില്ലേ, നല്ല ഇടയ്ക്കൊരു കളറൊക്കെ വന്നിട്ട് ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ തന്നെ മോനതൊന്ന് കഴിച്ച് നോക്കണം എന്ന് പറഞ്ഞാൽ അവനത് വാങ്ങിച്ചുകൊണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും പെട്ടെന്നൊക്കെ മുറിച്ച് തൊലിയൊക്കെ കൈകൊണ്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് കഴിച്ച് നോക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കഴിച്ച് നോക്കിയിട്ട് തന്നെ പറയാമല്ലേ, കഴിച്ചിട്ടില്ലാത്തവർക്ക് അറിയണ്ടേ. അപ്പോൾ കഴിച്ച് നോക്കാട്ടോ. എന്താ സംഭവം എന്നറിയോ? നമ്മുടെ മരച്ചീനിയില്ലേ, ഇളം മരച്ചീനി, ഒട്ടും പാലൊന്നും വരാത്ത, അതിൻ്റെ തന്നെ ടേസ്റ്റാണ്. അതായത് വെള്ളം ചുവക്കുന്ന അത്രയേ ഉള്ളൂ, വെള്ളത്തിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്. പക്ഷെ കഴിക്കാം, സിമ്പിളായിട്ട് അങ്ങനെ കഴിക്കാൻ പറ്റും. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് കപ്പയൊക്കെ പുഴുങ്ങി കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഭവം. കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ചുമ്മാ കഴിക്കാം. അപ്പോൾ എന്തായാലും വാങ്ങിച്ചതല്ലേ, പുഴുങ്ങിയിട്ടും കൂടെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാനിത് ഇന്ന് മുഴുവനില്ല കേട്ടോ, കുറച്ചെടുത്തിട്ട് മാത്രം, ഒരു 5-6 മാത്രം എടുത്തിട്ട് ഞാനിത് പുഴുങ്ങി കഴിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്തായാലും കൈ കഴുകാൻ നോക്കിയപ്പോൾ നന്നായിട്ടൊന്ന് തട്ടി കേട്ടോ. ഈ ഒരു ഭാഗത്ത് നല്ലൊരു മുള്ളു പോലെ ഉണ്ട്. ഞാനത് ശ്രദ്ധിച്ചില്ല എന്നല്ല, അത് സോഫ്റ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ നല്ല മുള്ളായിരുന്നു കേട്ടോ. ഞാനതൊന്ന് നന്നായി കഴുകി എടുത്തിട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എത്ര വിസിൽ വേണം ഒന്നും എനിക്കറിയാതെ, നല്ല മുള്ളാണ് കേട്ടോ, നല്ല ശരിക്കും കൈക്ക് തട്ടി എനിക്ക്. അപ്പോൾ ഇത് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര വിസിൽ വേണമെന്നൊന്നും അറിയില്ല. നമ്മൾ സാധാരണ മധുരക്കിഴങ്ങൊക്കെ പുഴുങ്ങുന്നത് പോലെ ഞാൻ അതിന് നികക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ അങ്ങനെയാണല്ലോ, ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിത്, ഞാനിപ്പോൾ ഒറ്റ വിസിൽ മാത്രം അടിച്ചെടുക്കാനാണ് കേട്ടോ പ്ലാൻ. ഒറ്റ വിസിൽ അടിച്ചിട്ട് 2-3 മിനിറ്റ് ഒന്ന് സിമ്മാക്കിയിട്ട് അവിടെ ഇട്ടിട്ട് ഓഫ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ ഒറ്റ വിസിലടിച്ച് 2 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ടേ. നമ്മുടെ വാട്ടർ ചെസ്നട്ട്, ശിങ്കാര ഫ്രൂട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെയും കൂടെ ഒന്ന് ടേസ്റ്റ് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കുറച്ചിനി പുഴുങ്ങാത്തത് അവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് തണുക്കാൻ വെക്കട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ ശിങ്കാര ഫ്രൂട്ട് ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തൊലി പൊളിച്ച് നോക്കുകയാണ് ഞാൻ. നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിനകത്തുനിന്ന്. അപ്പോൾ ഇതേ നോക്ക്, പുഴുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, കളറൊക്കെ മൊത്തത്തിലങ്ങ് മാറി, നല്ല ഹേർട്ടിൻ്റെ ചെസ്റ്റിൻ്റെ എന്ത് ഷേപ്പാണെന്നറിയില്ല ഇത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്ന് പൊട്ടിച്ചത് നല്ല സുഖമായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ കഴിച്ച് നോക്കട്ടെ. പുഴുങ്ങി കഴിഞ്ഞപ്പോഴേ നമ്മുടെ കൂവക്കിഴങ്ങില്ലേ, കൂവക്കിഴങ്ങൊക്കെ പുഴുങ്ങിയ ആ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പച്ചക്ക് കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് പുഴുങ്ങിയിട്ട് കഴിക്കുന്നതാണ്. നമ്മുടെ കൂവക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് പുഴുങ്ങി കഴിക്കാൻ ഇഷ്ടമാവും കേട്ടോ. ഇങ്ങനെ കഴിക്കാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഇതിൽ മസാലയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മസാല സ്റ്റിർ ഫ്രൈ ചെയ്തെടുക്കില്ലേ, നമ്മുടെ എന്താ പറയുക, കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടൊന്ന് എണ്ണയൊക്കെ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഇതുപോലെ പുഴുങ്ങിയിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. എന്തായാലും പുഴുങ്ങിയ കൂവക്കിഴങ്ങിൻ്റെ ടേസ്റ്റ്, പച്ചക്കാണെങ്കിൽ നമ്മുടെ പച്ചക്കപ്പയുടെ ടേസ്റ്റ്, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശിങ്കാര ഫ്രൂട്ട് അല്ലെങ്കിൽ വാട്ടർ ചെസ്നട്ട് ഫ്രൂട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങിച്ച് കഴിച്ച് നോക്കണം എന്നുള്ള ആഗ്രഹം തീർന്നു കിട്ടി. അപ്പം അതുപോലെ ആർക്കെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ അഭിപ്രായം പറഞ്ഞു തന്നില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇത് അത്രയ്ക്ക് കിട്ടാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.